ജൂൺ 14-ന് പോത്തുങ്കണ്ടം SNLP സ്കൂൾ LKG വിദ്യാർത്ഥി പനി ബാധിച്ചു മരിച്ചത് ഡോക്ടർമാരുടെ പിഴവ് മൂലമെന്ന് മാതാപിതാക്കൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന. പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച 4 വയസ്സുകാരിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി. കുഴിത്തുളു പൂതക്കുഴിയിൽ വിഷ്ണു അതുല്യ ദമ്പതികളുടെ ഇളയ മകൾ ആദിക കഴിഞ്ഞ 14-നാണ് കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. എന്നാൽ 12-നും 14-നും കുട്ടിയെ നേരത്തെ ചികിത്സിച്ച ചേറ്റുകുഴിയിലെയും കട്ടപ്പനയിലെയും ആശുപത്രിയിൽ അമിതമായി മരുന്ന് നൽകുകയും അടിയന്തര ചികിത്സ നൽകേണ്ട സ്ഥാനത്ത് അത് നിഷേധിക്കുകയും ചെയ്തതാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്നാണ് കുടുംബം കമ്പംമെട്ട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. 11-ാം തീയതി കുഞ്ഞ് സ്കൂളിൽ പോയതാണ്. ഈ സ്കൂൾ തുറന്ന അന്ന് മുതൽ എല്ലാ ദിവസവും തന്നെ കുഞ്ഞ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണ്. 12-ാം തീയതി സ്കൂളിൽ പോയിട്ട് വന്ന കുഞ്ഞ് ചെറിയൊരു പനി പോലെ ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ളായിരുന്നു. അപ്പം 12-ാം തീയതി ആകുമ്പോൾ കുഞ്ഞെ സ്കൂളിൽ വിട്ടില്ല. അപ്പം അന്ന് ചേറ്റുവലിയിലുള്ള സഹകരണ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുപോയായിരുന്നു. കൊണ്ടുപോയ പീഡിയാട്രീഷ്യന് ചീട്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ നമ്മളെ കുഞ്ഞിനെ കാണിച്ചത്. അപ്പോൾ കുഞ്ഞിന് പനി ചെക്ക് ചെയ്തു. ജസ്റ്റ് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നൊരു ഡോക്ടർ പരിശോധിച്ച് ടെലിസ്കോപ്പ് വെച്ച് പോലും പരിശോധിച്ചില്ലെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മയും എൻ്റെ അനീച്ചായും കൂടെയാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പം കുഞ്ഞിട്ട് ഒരു 5 കൂട്ടം മരുന്ന് കുഞ്ഞിന് തന്നു. പനിക്കും ജലദോഷത്തിനും അങ്ങനെയുള്ള കുറേ മരുന്ന് തന്നു. അത് കൊടുത്തു. 12-ാം തീയതി കൊണ്ടുവന്ന് അത് പറഞ്ഞ പ്രകാരം ആ സമയങ്ങളിൽ തന്നെ ആ പറഞ്ഞ അളവിൽ തന്നെ കുഞ്ഞിന് മരുന്ന് കൊടുത്തു. 12-ാം തീയതി കട്ട് കൊടുക്കുകയും ചെയ്തു. 13-ാം തീയതി കുഞ്ഞിന് പനി മാറിയായിരുന്നു. പനി മാറിയതൊന്ന് കുഞ്ഞിനെ അന്ന് സ്കൂളിൽ വിട്ടു. സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നു. ആ തന്ന ആ മരുന്നും കാര്യങ്ങളൊക്കെ അന്നും 13-ാം തീയതി കൊടുത്തു. 13-ാം തീയതി കൊടുത്തു. അത് കഴിഞ്ഞ് 14-ാം തീയതി രാവിലെ ആയപ്പോഴത്തേക്ക് കുഞ്ഞിന് ദേഹം മൊത്തം വേദനയും വയറ്റുവേദനയും അവർക്ക് ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരുന്നു. അതിനെ തുടർന്ന് കട്ടപ്പനയുള്ള സഹകരണ ആശുപത്രി നമ്മൾ കൊണ്ടുപോയി. സഹകരണ ആശുപത്രിയിൽ കുഞ്ഞ് എന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹകരണ ഹോസ്പിറ്റലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ കട്ടപ്പന സഹകരണ ഹോസ്പിറ്റലിൽ ഒരു രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൊണ്ടുചെന്ന് അവിടെയും പീഡിയാട്രീഷ്യന് ചീട്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാഷ്വാലിറ്റി ഡോക്ടറുണ്ട്, കാഷ്വാലിറ്റി കാണിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞതിനെ തുടർന്ന് നമ്മൾ കട്ടപ്പന സഹകരണ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 12-ാം തീയതി ഇങ്ങനെ കുഞ്ഞിന് പനിയെ തുടർന്ന് മരുന്ന് മേടിച്ചായിരുന്നു പറഞ്ഞു. ആ മരുന്നും കാര്യങ്ങളും ഡോക്ടറെ എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു തുടർന്ന് ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാനിരിക്കുകയാണ് മാതാപിതാക്കൾ. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ. സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന.